അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഏറ്റവും ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയത് വിശ്വാസികളായ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളും ആ വെല്ലുവിളികളെ തരണം ചെയ്യാനും സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടിയുള്ളൊരു ജീവിതമുണ്ടാവാനും അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മുസ്ലിം സമൂഹം മുഴുവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മുസ്ലിം സമുദായത്തോട് മുൻകാലത്തില്ലാത്ത ഒരു വെറുപ്പ് ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ. ഒരു വ്യക്തിയെ കാണുമ്പോൾ സംശയത്തോടു കൂടി നോക്കുക, ഒരു ഭയത്തോടു കൂടി ഓരോ മുസ്ലിമിനെയും സമീപിക്കുക. ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ ഇസ്ലാമിൻ്റെ എതിരാളികൾ എത്തിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഭരണകൂടം അത് മാറിയാൽ പോലും മുസ്ലിം സമുദായത്തെക്കുറിച്ചുണ്ടാക്കി വെച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ ഭയവും ഒക്കെ മാറണമെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അത് ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് അത് നീങ്ങണമെങ്കിൽ ചുരുങ്ങിയത് നിലവിലുള്ള ഭരണം മാറി ഒരു 100 വർഷമെങ്കിലും അധ്വാനിക്കേണ്ടി വരും എന്ന് സാമൂഹ്യ നിരീക്ഷകന്മാര് വിലയിരുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ഒരു സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും അവർ കൊള്ളരുതാത്തവരാണെന്ന് വരുത്തി തീർക്കുകയും അവർ ഭീകരന്മാരാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്ത് ഒരു സമുദായം നാട്ടിൽ ജീവിക്കാൻ കൊള്ളരുതാത്തവരാണ് എന്ന് വരുത്തി തീർത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം നിലവിലുള്ളത്. ഈ വെറുപ്പുണ്ടാക്കി തീർക്കാൻ കാര്യമായി അവിടെ പ്രൊപ്പഗണ്ട വർക്കുകൾ ചെയ്യുന്ന ആളുകൾ ചെയ്തിട്ടുള്ളത് അള്ളാഹുവിന്റെ ഖുർആൻ ഉപയോഗപ്പെടുത്തുക തന്നെയാണ്. ഖുർആൻ എന്താണെന്ന് ബഹുഭൂരിപക്ഷത്തിനും അറിയില്ല. അവരിലേക്ക് ഖുർആനിന്റെ വചനങ്ങൾ തന്നെയാണ് ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് അത് മാത്രം പ്രചരിപ്പിച്ചു. പ്രവാചക തിരുമേനിയോടും ഖുർആനിനോടും ഇസ്ലാമിനോടും ഒക്കെ അങ്ങേയറ്റത്തെ വെറുപ്പും ശത്രുതയും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു നമ്മുടെ സമൂഹം. ഖുർആനിൽ വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന ഇല്ലാതാവുന്നത് വരെ നീ അവരോട് യുദ്ധം ചെയ്യുക. വയകൂന ദീനു ലില്ലാഹ്, ദീന് മുഴുവൻ അള്ളാഹുവിനായി തീരുന്നത് വരെ യുദ്ധം ചെയ്യുക. അപ്പൊ നാട്ടിൽ മുഴുവൻ ഇസ്ലാം വ്യാപിക്കുന്നത് വരെ യുദ്ധം ചെയ്യുക എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. കാരണം വയകൂന ദീനു ലില്ലാഹ്, ദീൻ അള്ളാഹ്ക്കായി തീരുന്നത് വരെ യുദ്ധം ചെയ്യാന്ന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ്. അപ്പം എല്ലാവരും മുസ്ലിം ആവുന്നത് വരെ
ഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന, ഒരു ഫിത്നയും ഇല്ലാതാവുകയും വയകൂന ദീനു ലില്ലാഹ്, ദീൻ അല്ലാഹുവിന് പൂർണ്ണമായി ആയിത്തീരുന്നത് വരെ നീ യുദ്ധം ചെയ്യുക, അവരോട് യുദ്ധം ചെയ്യുക. ഖുർആനിലുള്ള ആയത്താണ്. അതുപോലെ തന്നെ ഹരിയുൽ മുഅ്മിനീന അലൽ ഖിത്താൽ, വിശ്വാസികളോട് യുദ്ധത്തിന് പ്രേരണ നൽകുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ഖുർആനിലുള്ള ആയത്താണ്. വദ്രിബൂ ഫൗഖൽ അഅനാഖി വദ്രിബൂ മിൻഹും കുല്ല ബനാൻ, അവരുടെ കഴുത്തിന് മീതെ വെട്ടുക, അവരുടെ വിരൽത്തമ്പുകൾ മുറിച്ചു കളയുക. ഖുർആനിലുള്ള ആയത്താണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സങ്കുചിത മതത്തിന്റെ ആളുകളാണ് മുസ്ലിമീങ്ങൾ എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചിരിക്കുന്നു. കാരണം മറ്റു മതസ്ഥരെ നിങ്ങൾ മിത്രങ്ങളാക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലാ യത്തഖിദുൽ മുഅ്മിനീനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ, വിശ്വാസികളെ അല്ലാതെ അവർക്ക് പുറമെയുള്ള കാഫിരീങ്ങളെ, സത്യനിഷേധികളെ നിങ്ങൾ ആത്മമിത്രങ്ങളാക്കരുത്. ഖുർആന്റെ കൽപ്പനയാണ്. ഇന്നമൽ മുശ്രികൂന നജസുൻ, മുശ്രിക്കുകൾ നജസാണ്, മാലിന്യമാണ്. ഖുർആന്റെ വചനമാണ്. അപ്പൊ ഇതൊക്കെ മതിയല്ലോ ഒരു സമൂഹത്തോട് വെറുപ്പുണ്ടാക്കി തീർക്കാൻ. അപ്പൊ അങ്ങനെ സമൂഹത്തിലുടനീളം ഒരു സമുദായത്തോട് അങ്ങേയറ്റത്ത് വെറുപ്പ് ഉണ്ടാക്കി തീർത്ത ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിന്റെ ആദർശങ്ങളെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഖുർആനിന്റെ ഇത്തരം വചനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും കൊള്ളരുതാത്തവരാക്കി തീർക്കുകയും ഖുർആനിനെ ഭീകരവാദ ഗ്രന്ഥമാക്കി തീർക്കുകയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തരം താഴ്ന്നവനാക്കി തീർക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇസ്ലാമിന്റെ ആദർശത്തെ നേർക്ക് നേരെ ആദർശം കൊണ്ട് അവർക്ക് നേരിടാൻ സാധ്യമല്ല എന്ന ഒരു അവസ്ഥയിലെത്തിയത് കൊണ്ടാണ്. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, ഒരാള് മുസ്ലിം ആവണമെങ്കിൽ ഇസ്ലാമിന് വളരെ കൃത്യമായ വിശ്വാസ ആചാരങ്ങളുണ്ട്. എന്തൊക്കെ വിശ്വസിക്കണം, എന്തൊക്കെ ആചരിക്കണം ഒരാൾ മുസ്ലിമായി തീരണമെങ്കിൽ കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ ഇസ്ലാമിലുണ്ട്. അതുപോലെ തന്നെ ഒരാള് ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെയും ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയും കൃത്യമായി എന്തൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിക്കണം എന്ന് ഖുർആനും ഹദീസും പ്രവാചക ചര്യയും നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ വളരെ കൃത്യമായ സമ്പൂർണമായ ഒരു ഇസ്ലാമിക വ്യവസ്ഥിതി അതുപോലൊന്നും ഞങ്ങൾ അടുക്കലില്ല. അതിനെ ആദർശപരമായി നേരിടാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഒരാൾ ഹിന്ദു ആവണമെങ്കിൽ എന്താ അയാൾക്കുള്ള ഉണ്ടാവേണ്ട യോഗ്യത? ഇന്നത് വിശ്വസിക്കണമെന്നുണ്ടോ? ഇന്നത് ആചരിക്കണമെന്നുണ്ടോ? ഇല്ല. അയാൾ മുസ്ലിം ആവാതിരിക്കുക, ക്രിസ്ത്യാനി ആവാതിരിക്കുക, ജൂതനാവാതിരിക്കുക. ബാക്കിയുള്ള നാട്ടിൽ ആ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും, അവൻ മതമുള്ള വിശ്വാസമുള്ളവനായിരുന്നാലും വിശ്വാസമില്ലാത്തവനായിരുന്നാലും, അമ്പലത്തിൽ പോകുന്നവനായാലും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാത്തവനായാലും എല്ലാവരും ഹിന്ദുവാണ്. മുസ്ലിം ആവാതിരുന്നാൽ മതി, ഹിന്ദു അല്ല ക്രിസ്ത്യാനിയോ ജൂതനോ ആവാതിരുന്നാൽ മതി. അതാണ് യോഗ്യത. ഇന്നത് വിശ്വസിക്കണമെന്നോ ഇന്നത് ആചരിക്കണമെന്നോ കൃത്യമായ ഒരു ഔട്ട്ലൈൻ ഉള്ള മതമല്ല. എന്നോടൊരിക്കൽ ഒരു സ്വാമി ചോദിച്ചു, എന്താണ് മതം എന്ന് പറഞ്ഞാൽ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, മതം എന്നത് അറബിയിൽ ദീൻ എന്നാണ് പറയുക മതത്തിന്. ദീൻ എന്ന വാക്ക് ദാന എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്, കീഴൊതുങ്ങി. അപ്പൊ പ്രപഞ്ച സൃഷ്ടാവായ നാഥന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നതിനാണ് ദീൻ, മതം എന്ന് പറയുക. അവിടെ സൃഷ്ടാവായ ഒരു നാഥനുണ്ട്. ആ നാഥന്റെ സന്ദേശങ്ങൾ നമുക്ക് എത്തിച്ചു തരുന്ന പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാർ എത്തിച്ചു തന്ന സന്ദേശമായ വേദഗ്രന്ഥങ്ങളുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യലാണ് മതം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഒരു മതമാവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കേരളത്തെ അറിയപ്പെട്ടൊരു സ്വാമിയാണ്, വർഗീയവാദിയാണ് അങ്ങേയറ്റത്തെ. അപ്പോ
അവര് പറഞ്ഞെന്താ, ഞങ്ങൾ ഇനി അതുപോലൊരു മതമാവാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്നാണ്. ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഒന്ന്, പ്രപഞ്ചനാഥൻ ഒരേ ഒരുവനാണ്. ആ ഒരേ ഒരു പ്രപഞ്ചനാഥന്റെ ആ പ്രപഞ്ചനാഥൻ പഠിപ്പിച്ചു തരുന്ന വിശ്വാസാചാരാനുഷ്ഠാനങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു പടച്ചവൻ ഇല്ലാത്ത കാലത്തോളം ഇതുപോലെ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസാചാരങ്ങൾ പോലെ സമ്പൂർണമായ ജീവിത വ്യവസ്ഥ പോലെ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണമെങ്കിൽ, അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ സമൂഹം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണമെങ്കിൽ ഒന്നുകിൽ ഒരൊറ്റ വേദഗ്രന്ഥം വേണം, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു വേദഗ്രന്ഥം വേണം. അവർക്ക് എത്ര വേദഗ്രന്ഥങ്ങളുണ്ട്, ഏതൊക്കെയാണ് വേദഗ്രന്ഥങ്ങൾ എന്ന് അവർക്ക് തന്നെ അറിയില്ല. രാമായണം തന്നെ ഒരുപാട് തരത്തിലുള്ള രാമായണങ്ങളുണ്ട്. അധ്യാത്മ രാമായണം, വാൽമീകി രാമായണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രാമായണങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രന്ഥം എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നത് പറഞ്ഞ് ഉയർത്തി കാണിക്കാൻ കഴിയില്ല. പിന്നെ അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസകാര്യമാവട്ടെ, ഒരു ആചാരമോ അനുഷ്ഠാനമോ ആവട്ടെ, അത് അള്ളാഹുവിന്റെ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ വിശ്വാസിക്ക് അപ്പുറം ഒരു വാക്കില്ല, അവിടെ തീർന്നു. ഇതുപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യത്തിലും അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഇന്നത് സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഅ്മിനായ എനിക്കും നിങ്ങൾക്കും അതിന്റെ അപ്പുറം ഒരു വാക്കില്ല. അങ്ങനെ അംഗീകരിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമോ അങ്ങനെ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമോ അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളും അത്തരത്തിലൊരു മതമാവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ആഗ്രഹിക്കാമെന്നതല്ലാതെ സാധിക്കില്ല. അപ്പൊ പിന്നെന്താ മാർഗം? ഇതിനെ നേരിടാൻ കഴിയില്ലല്ലോ. നിങ്ങൾ മാത്രം അങ്ങനെ വലിയ നല്ലവരാവണ്ട. നിങ്ങളടുത്ത് ഒരുപാട് തകരാറുണ്ട്. നിങ്ങളെ ഖുർആൻ കൊള്ളരുതാത്തതാണ്, അത് ഭീകരവാദമാണ്, ഞാനീ പറഞ്ഞ ആയത്തുകളൊക്കെ ഭീകരത പറയുന്നതുമാണ്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്യുന്നതമായ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തെ തരം താഴ്ന്നതാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സൂറത്തുൽ അഹ്സാബ് നിങ്ങൾ വായിക്കണം എന്ന് പറയുന്നത് അവരാ, നമ്മളല്ല. സൂറത്ത് അഹ്സാബില് ഖാലിസത്തൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കില്ലാതെ താങ്കൾക്ക് മാത്രം പ്രത്യേകമായത് എന്ന് പറഞ്ഞൊരു വചനുണ്ട്. അത് വിശ്വാസികൾക്ക് 4 കെട്ടാൻ അനുവദിച്ചു, മുഹമ്മദ് നബിക്ക് എത്രയും കെട്ടാം. അതായത് ഖാലിസത്തൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കില്ലാതെ താങ്കൾക്ക് മാത്രം പ്രത്യേകമായത് എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിക്ക് ആവശ്യമുള്ള കാര്യം എത്രയും പെണ്ണെട്ടി ഇങ്ങനെ സൂചിച്ച് ജീവിക്കാൻ വേണ്ടി ആ ഖുർആനിൽ അങ്ങനെ വചനങ്ങൾ എഴുതി ചേർത്തുണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെ പ്രവാചകൻ. അവർ പറയുന്ന വാക്ക്, ഇനി പ്രയോഗിക്കുന്ന വാക്ക് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണല്ലോ. അത്തരത്തിൽ വൃത്തികെട്ടൊരു വാക്കാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇത്രയും കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായത്, അള്ളാന്റെ ഖുർആനില് ചില ആളുകൾ, ഈ ഖുർആനൊന്നും നന്നായി പഠിക്കാത്ത ചില ആളുകൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഖുർആനിൽ അത്തരം വാക്കുകളൊക്കെ ശരിക്കും ഖുർആനിൽ വന്നിട്ടുള്ളത്? കഴുത്തിന് മേത വിട്ടുക, അല്ലെങ്കിൽ കൈവിരൽ മുറിക്കുക, യുദ്ധത്തിന് പ്രേരിപ്പിക്കൂ എന്നൊക്കെ അള്ളാഹുവിന്റെ ഖുർആനിൽ എന്തിനാണ് അത്തരം വാക്കുകളൊക്കെ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ സംശയമാണ്. നമുക്ക് തന്നെ ഒരു മുഅ്മിനാണ് ഞാൻ എന്നതിൽ ആത്മാഭിമാനം ഉണ്ടാവേണ്ടുന്ന ആളുകള് ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്ക് ഒന്ന് പതറിപ്പോവുക, ശരിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ. അത്രക്കങ്ങ് പറയാൻ മാത്രമൊന്നും നമ്മളെത്തും ഇല്ല, കുറെ നമ്മളെത്തും ഉണ്ട് എന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നുക. അപ്പൊ ശരിക്ക് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഇസ്ലാമിൽ മുസ്ലിം ആയിരുന്നു എന്നിട്ട് ഞങ്ങൾ മതം വിട്ടു എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട്, എന്ത്? ദുർബലനായ ദൈവം ആളുകളെ മുസ്ലിമാക്കുന്ന പണി മുഹമ്മദിനെ ഏൽപ്പിച്ചു. മുഹമ്മദ് ഊരിപ്പിടിക്കുന്ന വാളുമായിട്ട് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ആളുകളെ കൊന്നും യുദ്ധം ചെയ്തും ആളുകളെ മുസ്ലിമാക്കി. ഒരു മുസ്ലിം നാമധാരിയായ ഇസ്ലാം വിമർശകന്റെ വിമർശനം. അതുപോലെ തന്നെ മറ്റൊരു വിമർശനമാണ്, ഇതൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളാണ്. മറ്റൊരു വിമർശനമാണ്, മുഹമ്മദ് നബിക്ക് സ്വത്ത് വേണമെന്ന് തോന്നുമ്പോ, പെണ്ണ് വേണമെന്ന് തോന്നുമ്പോ വാളും എടുത്തിട്ട് കൂടുള്ള ആളുകളെയും കൂട്ടിയിട്ട് വാളുമായിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ്.
എന്നിട്ട് യുദ്ധം ചെയ്യാം, എന്നിട്ട് ആളുകളെ സ്വത്ത് പിടിച്ചെടുക്കാണ്, അവരെ സ്ത്രീകളെയും കുട്ടികളൊക്കെ പിടിച്ചെടുക്കാണ്. ഇങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന പ്രചാരണങ്ങളാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇസ്ലാമിനോട്, മുസ്ലിമീങ്ങളോട് നല്ലൊരു നല്ലൊരു വിഭാഗത്തിന് വെറുപ്പും ശത്രുത ഉണ്ടായി തീർന്നിട്ടുണ്ട്. കേരളത്തിന് പുറത്തുണ്ട്. അത് നമുക്ക് പുറം സ്റ്റേറ്റുകളിൽ പരിചയമുള്ള ആളുകളുടെ എഴുത്തുകളിൽ നിന്നും വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്ക് ഇതൊക്കെ തിരുത്തണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നെങ്കിലും ഇത്തരം സംശയങ്ങളൊക്കെ നീങ്ങുകയും മറ്റുള്ള ഒരാൾക്ക് ഇത് തിരുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണമെങ്കിൽ ഖുർആൻ അത് പഠിക്കേണ്ടുന്ന സ്രോതസ്സിൽ നിന്നും തന്നെ പഠിക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അതിന്റെ ബാലപാഠം മുതൽ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ ഈ സംശയങ്ങളൊക്കെ നീങ്ങിക്കിട്ടുമെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഖുർആനിനോടും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മതിപ്പ് നമുക്ക് വർദ്ധിക്കുകയല്ലാതെ ഒട്ടും കുറയുകയില്ല. അപ്പൊ ഈ വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ കുറെ വാക്കുകൾ അടങ്ങിയ വാചകങ്ങള്, ആ വാചകങ്ങളിലുള്ള ആശയം, ഈ ആശയം അതിൽ നിന്ന് നേരെ വായിച്ചാൽ ചിലപ്പോൾ ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, മുശ്രിക്ക് നജസാണ് എന്നൊക്കെ പറയാം തോന്നും നമുക്ക്. പക്ഷെ റസൂലുള്ള ആ ഖുർആനിന്റെ ആശയം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടപ്പിലാക്കി കാണിച്ച ഒരു സമൂഹമുണ്ട്. ഖുർആനിൽ വന്നിട്ടുള്ള വാചകങ്ങളും ആശയങ്ങളും, ആ വാചകങ്ങളും ആശയങ്ങളും റസൂലുള്ള നടപ്പിലാക്കിയ ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിൽ എങ്ങനെയാണോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടപ്പിലാക്കി കാണിച്ചത്, അത് അനുസരിച്ച് ഖുർആനിനെ മനസ്സിലാക്കണം. അതിനാണ് മൻഹജ് എന്ന് പറയാ. മൻഹജ് എന്ന് പറഞ്ഞാൽ ഈ ആശയങ്ങളെ പ്രവാചക തിരുമേനി എങ്ങനെ നടപ്പിലാക്കി കാണിച്ചു, ആ സമൂഹത്തിന്റെ മാർഗം, അതാണ് മൻഹജ്. അതാ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ. നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ സമൂഹത്തിനും ശരീഅത്തിന്റെ നിയമമുണ്ട്. ആ നിയമങ്ങൾ പ്രാവർത്തികമായി കാണിച്ചു കൊടുത്തൊരു മൻഹജും ഉണ്ട്. അപ്പം യുദ്ധത്തിന് പ്രേരിപ്പിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാവരും പോയി യുദ്ധം ചെയ്യുന്ന റസൂലിനെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അത് നമുക്ക് ഓരോന്ന് സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടി വരും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് പോയി യുദ്ധം ചെയ്യാൻ വരൂ എന്ന് പറഞ്ഞിട്ട് ആളുകളായിട്ട് വാളായിട്ട് ഇറങ്ങിയിട്ടില്ല. ഹിജറ പോകുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം മദീനയിൽ നിന്ന് 80ഓളം ആളുകൾ പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ വന്നിട്ട് അഖബയിൽ വെച്ചിട്ട് ഇസ്ലാം സ്വീകരിച്ചു. രണ്ടാം അഖബ ഉടമ്പടി നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഈ രണ്ടാം അഖബ ഉടമ്പടിയിൽ 80ഓളം ആളുകൾ, റസൂലെ മദീനയിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യവും സംരക്ഷണവും ഞങ്ങൾ നൽകാമെന്ന് ബൈഅത്ത് ചെയ്തു. ഈ ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതുവരെ അങ്ങേയറ്റം ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ആളുകൾ അഖബയുടെ താഴ്വരയിൽ ഉണ്ടായിരുന്നു, ഖുറൈശി നേതാക്കന്മാർ. റസൂലുള്ളാഹിനോട് ഇവർ ചോദിച്ചു, റസൂലെ ഞങ്ങൾ അവരൊക്കെ പോയിട്ട് വധിച്ചു കളയട്ടെ? റസൂൽ പറഞ്ഞു, മാ ഉമിർനാ ബിഹാദ, ഞാനതിന് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, എന്നോടതിന് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇതുവരെ ഉപദ്രവിച്ച് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കി തീർത്ത് സഹാബികളൊക്കെ നാട് വിട്ടു, മദീനയിലേക്ക് പോയി. അതിനു മുമ്പേ എത്യോപ്യയിലേക്ക് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ ഉപദ്രവം കാരണം നാട് വിടാൻ തീരുമാനിച്ച് നിൽക്കുന്ന ആ നിലക്കുള്ള ഒരു സമയത്താണ് റസൂലുള്ളാഹിനോട് ഇവർ പറയുന്നത്, റസൂലെ ഞങ്ങൾ അവരൊക്കെ പോയിട്ട് വധിക്കട്ടെ? 80 ആളുണ്ട്. അപ്പൊ അവര് കുറഞ്ഞ ആൾക്കാരല്ല, നേതാക്കന്മാര്, അവരൊക്കെ വധിക്കട്ടെ. മാ ഉമിർന, ഞാനത് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി. അപ്പൊ ഇങ്ങനെ റസൂലുള്ള ഒരിക്കലും കുറെ അനുയായികളെയും കൂട്ടി നമുക്ക് ഇവരൊക്കെ ഒന്ന് ശരിയായി കാണാന്ന് പറഞ്ഞ് ഒരിക്കലും ഇറങ്ങിയിട്ടില്ല. റസൂൽ എന്താ ചെയ്തതെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂൽ ചെയ്തത് അള്ളാഹുവിന്റെ വചനങ്ങൾ ജനങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ ദീനിഹി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് മുസ്തഖീമായ മാർഗം. ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ഈ മാർഗം. വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് മുസ്തഖീമായ മാർഗം. ഫത്തബിഊഹു, ആ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ആ മാർഗത്തിലേക്ക് നിങ്ങൾ എന്നെ പിന്തുടരുക.
വലാ തത്തബിഉ സുബുൽ, മറ്റ് മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരുത്. ഫതഫറഖ ബിക്കും അൻ സബീലി, നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകും. ദാലിക്കും വസ്വാക്കും ബിഹി, അതാണ് റബ്ബ് നിങ്ങളോട് ഉപദേശിക്കുന്നത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി ധർമ്മനിഷ്ഠയുള്ളവരായി തീരാൻ വേണ്ടി. അപ്പൊ റബ്ബിന് മാത്രം കീഴൊതുങ്ങിക്കൊണ്ട് അവനെ ഇബാദത്ത് എടുത്തുകൊണ്ട് ജീവിക്കുന്ന എന്റെ മാർഗം അത് നിങ്ങൾ പിന്തുടരണം എന്ന് ആളുകൾക്കോട് പറഞ്ഞപ്പോ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ അത് മനസ്സിലായി. അഹങ്കാരികളല്ലാത്ത, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടാത്ത നിഷ്കളങ്കന്മാരായിട്ടുള്ള സാധുക്കളായ ആളുകൾക്കൊക്കെ അത് മനസ്സിലായി. അവരൊക്കെ റസൂലുള്ളാഹി അംഗീകരിക്കുകയും ഇസ്ലാമിലേക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കടന്നു വരികയും ചെയ്തു. അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു, അപ്പുറം ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ തോന്നിയപ്പോഴാണ് അക്രമങ്ങൾ അയച്ചു വിട്ടത്. ആദ്യം ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു നോക്കി. സമൂഹത്തിൽ ഫിത്തന ഉണ്ടാക്കുന്നവനാണ്, ഭ്രാന്തനാണ്, സാഹിറാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. അതൊന്നും ഫലം ചെയ്യാതെ ആയപ്പോഴാണ് പിന്നെ അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കാൻ തുടങ്ങിയത്. ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലും കാണുന്നത്. നമ്മുടെ സമൂഹത്തിലും എണ്ണത്തിൽ വർദ്ധിക്കുന്നു, ഒരു വിഭാഗം എണ്ണത്തിൽ വർദ്ധിക്കുന്നു. ആൾക്കാരെ പണം കൊടുത്തും പെണ്ണ് കെട്ടിച്ചും സ്വാധീനിച്ചും ഒക്കെ മാറ്റിയെടുക്കുന്നു എന്നൊക്കെ ചില നേതാക്കന്മാർ പ്രസംഗിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ലേ? ഒന്നല്ല, മുസ്ലിം സമുദായത്തിൽ അംഗങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിനാണ് പ്രശ്നം. എല്ലാ നാട്ടിലും അത് തന്നെ പ്രശ്നം. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്തെ പ്രശ്നം അതായിരുന്നു. എല്ലാ കാലഘട്ടത്തിലെയും പ്രവാചകന്മാരൊക്കെ നേരിട്ട പ്രശ്നം അത് തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ നേരിടുന്നത് അത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് അനുമതി കിട്ടി ഹന്തക്ക് ആ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ സഹാബത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിശപ്പിന്റെ കാഠിന്യത്താൽ അവശരായ സഹാബത്തിനെ ഉത്സാഹം ഉണ്ടാക്കുന്ന സമയത്ത്, പ്രോത്സാഹനം നൽകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വരിയുണ്ട്. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ വൽ മുശ്രികൂന ഖദ് ബഗൗ അലൈനാ വഇൻ അറാദു ഫിത്നതൻ അബൈനാ. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തിന, റബ്ബേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ, ഞങ്ങൾ റബ്ബേ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നവരും നിന്റെ ദീനിനെ സത്യപ്പെടുത്തുന്നവരുമായി തീരുമായിരുന്നില്ല. വൽ മുശ്രികൂന ഖദ് ബഗൗ അലൈനാ, ബഹുദൈവ വിശ്വാസികളായ ആളുകൾ, ഇസ്ലാമിന്റെ എതിരാളികൾ ഞങ്ങളോട് അതിക്രമം കാണിച്ചു കൊണ്ടിരിക്കുന്നു. വഇൻ അറാദു ഫിത്നതൻ അബൈനാ, ഞങ്ങൾ വിസമ്മതിച്ചാലും ഞങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചാലും അവർ ഞങ്ങളോട് ഇങ്ങോട്ട് ഫിത്ന ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് റസൂലുള്ള പറയാ. റസൂലുള്ള വാളായിട്ട് അങ്ങോട്ട് യുദ്ധത്തിന് ഇറങ്ങി എന്നല്ല പറയുന്നത്. ഞങ്ങൾ വേണ്ട, സമാധാനം ആഗ്രഹിക്കണം, സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങേറ്റത്തെ താഴ്മയും വിനയവും കാണിച്ച് അങ്ങനെ ജീവിച്ചിട്ട് പോലും പിന്നെയും വൈന്നാറാതു ഫിത്തനത്തൻ അബൈന, ഞങ്ങൾ പിന്നോട്ടടിച്ചിട്ട് പോലും അവര് ഫിത്തന ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. നമ്മളുടെ കുറ്റം കൊണ്ടല്ല നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ നമുക്കെന്ത് മനസ്സിലാവുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ യുദ്ധത്തിന്റെ ചരിത്രമൊന്നും ഈ സദസ്സിനോട് ഞാൻ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കാൻ സമൂഹത്തിൽ മക്കയിൽ അനുവദിക്കാതെ വന്നപ്പോ തൻ്റെ 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് നാടുവിട്ടു. അങ്ങനെ മദീനയിൽ 2 വർഷത്തോളം കഴിയുമ്പോൾ മദീനയിൽ മുഴുവൻ ഇസ്ലാം വ്യാപിച്ചു. ആ ഇസ്ലാം വ്യാപിച്ച സമയത്ത് അത് നമുക്ക് ഭീഷണിയാണ് എന്ന് ഇവർക്ക് തോന്നി. അങ്ങനെ അവര് ഈ വർഷം യുദ്ധയാത്രയിൽ കിട്ടുന്ന ലാഭം മുഴുവൻ മുസ്ലിമീങ്ങളെ മദീനയിൽ നേരിട്ട് നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് തീരുമാനിച്ച വിവരം, അങ്ങനെ കച്ചവടത്തിന് പുറപ്പെട്ട വിവരം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടി. ആ കച്ചവട സംഘത്തെ തടയാനും ആ ലാഭമില്ലാതെ ആക്കാനുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവട സംഘത്തെ ഉദ്ദേശിച്ചാണ് പുറപ്പെട്ടത്. പക്ഷേ പ്രവാചക തിരുമേനി ആ കച്ചവട സംഘം മറ്റൊരു മാർഗത്തിലൂടെ മക്കത്തെത്തുകയും എന്നിട്ട് ആളുകളെ പ്രകോപിതരാക്കിക്കൊണ്ട് ഒന്നടങ്കം സർവ്വസന്നാഹങ്ങളുമായി പുറപ്പെട്ട ആ സൈന്യത്തെയാണ് റസൂൽ തിരുമേനിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 313 ആളുകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതാണ് ബദറിന്റെ ചരിത്രം. നമുക്കറിയാം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു. 2 വർഷത്തോളം പ്രവർത്തിച്ചിട്ട് മദീനയിൽ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ കരുത്തും ശക്തിയും നേടിയപ്പോൾ ഇനി നമുക്ക് ശരിയാക്കി കളയാം മക്കക്കാരെ, കാരണം അവർ നമ്മളെങ്ങോട്ട് നാട്ടിൽ നിന്ന് പുറത്താക്കിയവരാണെന്ന് പറഞ്ഞിട്ട് ആയുധവുമായി പുറപ്പെടുത്തിയിരുന്നുവെങ്കിൽ യുദ്ധം നടക്കേണ്ടിയിരുന്നത് മക്കയുടെ പരിസരത്ത് നിന്നായിരുന്നു. ഹറമിന്റെ ഉള്ളിൽ വെച്ച് യുദ്ധം പറ്റില്ലെങ്കിൽ മക്കയുടെ ഹറമിന്റെ പുറത്തുനിന്നായിരുന്നു. പക്ഷെ അങ്ങനെ നമ്മൾ കാണുന്നില്ല. ബദറിൽ പരാജയമുണ്ടായപ്പോ ആ പരാജയത്തിന്റെ പ്രതികാരം തീർക്കാനാണ് തൊട്ടടുത്ത വർഷം ഉഹദിൽ യുദ്ധം നടക്കുന്നത്. അങ്ങനെ ബദറിലെ പരാജയത്തിന് പ്രതികാരം ചെയ്യാൻ അവർ സർവ്വസന്നാഹങ്ങളുമായി ഒരുങ്ങി പുറപ്പെടുന്നു എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടിയപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ ഉള്ളിൽ വെച്ച് ഇവരെ നേരിട്ട് കഴിഞ്ഞാൽ മദീനയിൽ ആൾനാശമുണ്ടാകും, കൃഷിനാശമുണ്ടാകും. അതുകൊണ്ട് നമുക്ക് മദീനയുടെ പുറത്തു നിന്ന് ഇവരെ നേരിടാം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് മദീനയുടെ പുറത്തേക്ക്. അപ്പൊ നമുക്കറിയാം മദീന ഹറമിന്റെ പരിസരത്ത് 3 കിലോമീറ്റർ അപ്പുറത്താണ് ഉഹദ് ഉള്ളത്. അവിടുന്ന് നേരിട്ടത്. അതുപോലെ തന്നെ ബദർ മദീനയുടെ ഒരു 150 കിലോമീറ്റർ പരിസരത്താണ്. ഖന്തക്കും അതുപോലെ തന്നെ മദീനയുടെ പരിസരത്താണ്. അപ്പൊ ഇസ്ലാമിലെ നിലനിൽക്കുന്ന ചരിത്രം ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണ് വേണമെന്ന് തോന്നുമ്പോ, സമ്പത്ത് വേണമെന്ന് തോന്നുമ്പോ വാളുമായിട്ട് അനുയായികളെയും കൂട്ടി ഇറങ്ങി എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായ മദ്രസയിൽ പഠിച്ചിട്ടുള്ള ആണിനും പെണ്ണിനും ഒക്കെ അറിയാം അപ്പറയുന്ന ചരിത്രം ശരിയല്ല എന്നൊരല്പം ബുദ്ധി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിനെ അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ടാണല്ലോ. നമുക്ക് നിലനിൽക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വാളുമായിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടില്ല എന്നത് സ്ഥിരപ്പെടുത്തുന്നതാണ്. അവൻ മദീനയുടെ പരിസരത്ത് നിന്ന് യുദ്ധം ചെയ്തു. അങ്ങനെ യുദ്ധം ചെയ്യേണ്ടി വന്നു. അള്ളാഹു യുദ്ധത്തിന് അനുമതി കൊടുത്തപ്പോ ആ യുദ്ധത്തിന് അനുമതി കൊടുക്കുന്ന വാക്ക് ഖുർആനില് ഉദിന ലില്ലദീന യുഖാതലൂന, യുദ്ധം ചെയ്യപ്പെട്ടവർക്ക് അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. ബിഅന്നഹും ദുലിമു, കാരണം അവർ ആക്രമിക്കപ്പെട്ടവരാണ്. ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. അങ്ങനെ യുദ്ധത്തിന് അനുമതി കൊടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂല് സഹാബികളെയുമായി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ നിരന്തരമായി വിശ്വാസികളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഇവരെ നേരിടുമ്പോ സ്വാഭാവികമായിട്ടും യുദ്ധത്തിൽ എതിരാളികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെടുത്ത വളർത്തിയെടുത്ത സഹാബത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു കുരുവി കുഞ്ഞിനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചപ്പോ അതിന്റെ തള്ള ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടിട്ട് ആ കുരുവിയുടെ വേദന നീ മനസ്സിലാക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഈ കുഞ്ഞു കിളിയെ വിട്ടയക്കാൻ വേണ്ടി പറഞ്ഞ പ്രവാചകൻ അത്രത്തോളം ഒരു ഉറുമ്പിനെ പോലും അകാരണമായി നോവിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച് റസൂലുള്ള വളർത്തിയെടുത്തൊരു സമൂഹം യുദ്ധത്തിന് പോയി. അങ്ങനെ യുദ്ധം ചെയ്യേണ്ടി വരുമ്പോ എതിരാളികളെ, അതും സ്വന്തം കുടുംബക്കാരായിട്ടുള്ള ആളുകളായിരിക്കും. കാരണം മക്കയിൽ നിന്നാണല്ലോ ഇവർ ആട്ടി പുറത്താക്കിയിട്ടുള്ളത്. മക്കയിൽ നിന്ന് മക്കക്കാരോട് യുദ്ധം ചെയ്യുമ്പോൾ സ്വന്തം കുടുംബക്കാരോടാണ് യുദ്ധം ചെയ്യേണ്ടി വരിക. അവരെ വെട്ടാൻ, അവരെ നേരിടാൻ മാനസികമായ വിഷമുണ്ടായ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നത് എന്ത്? വദരിബു ഫൗഖൽ അഅനാഖി വദരിബു മിന്നും കുല്ല ബനാൻ. അല്ലെങ്കിൽ ഉടലും കൊണ്ട് അവരങ്ങ് പോകും. അവരോടാണ് കൽപ്പിച്ചത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാനുള്ള മനസ്ഥിതിയിൽ ഇല്ലാത്ത അത്ര കാരുണ്യത്തിൽ റസൂലുള്ള വളർത്തിയെടുത്ത സമൂഹത്തോടാ പറഞ്ഞത് വദരിബു ഫൗഖൽ. യുദ്ധത്തിന് വരുന്ന ആളുകളോട്, ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്ന ആളുകളെ വെട്ടാനാ പറഞ്ഞത്. അത് തന്നെ അള്ളാഹ് കൽപ്പിച്ചിട്ട് അവർക്ക് പ്രോത്സാഹനം നൽകിയിട്ട് ചെയ്യിക്കുകയാണ്. വദരിബു ഫൗഖൽ അഅനാഖി വദരിബു മിന്നും കുല്ല ബനാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതാണ്. അതുപോലെ തന്നെ ഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന, നാട്ടിലൊരു കുഴപ്പമില്ലാതാവുന്നവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇപ്പൊ യകൂന ദീനു ലില്ലാ, മതം മുഴുവൻ അള്ളാഹുവിനാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ആയത്തിന്റെ ബാക്കി അവർ ഓതൂല. ആയത്തിന്റെ ബാക്കി എന്താന്ന് ചോദിച്ചാൽ ഫഇൻ ഇൻതഹൗ, ഇനി അവര് വിരമിക്കുകയാണെങ്കിൽ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ,
അക്രമികളോടല്ലാതെ യാതൊരു ശത്രുതയുമില്ല. ആയത്തിന്റെ ബാക്കിയതാണ്. നിങ്ങൾ ഫിത്നല്ലാതെ ആവുന്നത് വരെ യുദ്ധം ചെയ്യുക, ദീന് മുഴുവൻ അള്ളാഹുവിനാകുന്നത് വരെ യുദ്ധം ചെയ്യുക എന്നിടത്ത് വരെ അവർ ഓതും, ബാക്കി ഓതൂല. ഫൈനിൻ തഹൗ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ അതിന്റെ ബാക്കി. ഇനി അവർ വിരമിക്കുകയാണെങ്കിൽ അക്രമികളോടല്ലാതെ യാതൊരു ശത്രുതയുമില്ല എന്ന ആയത്തിന്റെ ബാക്കി. മാത്രമല്ല അത് അൽ-ബഖറയിലെ 193 ആയത്താ. 190 ആയത്ത് എന്താന്ന് ചോദിച്ചാൽ വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് യുദ്ധം ചെയ്ത ആളുകളോട് നിങ്ങളും യുദ്ധം ചെയ്തു കൊള്ളുക. വലാ തഅതദൂ, നിങ്ങൾ അതിര് കവിയരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിര് കവിയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അതാ 190 ആയത്ത് അതാണ്. അപ്പം ഈ മതം മുഴുവൻ അള്ളാഹുവിനാകുന്നത് വരെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരും മുസ്ലിം ആകുന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടി ഖുർആൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ആ ആയത്തിന്റെ ശേഷമോ അല്ലെങ്കിൽ ആയത്തിന്റെ മുമ്പോ ഓതിയാൽ അവർ പറയുന്നത് പരമ അബദ്ധാണെന്ന് മനസ്സിലാവും. ഒരു പക്ഷേ അള്ളാഹു ഇത്തരം വിമർശനങ്ങളൊക്കെ ഇവരെ കൊണ്ട് ഉന്നയിപ്പിക്കുന്നത് നിഷ്കളങ്കന്മാരായ അന്വേഷണ ബുദ്ധിയുള്ള ആളുകളൊക്കെ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതുവഴി ഇസ്ലാമിലേക്ക് കടന്നു വരാനും കാരണമാവും. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും അന്ധമായ വെറുപ്പ് വെച്ച് പുലർത്തുക എന്നതല്ലാതെ ഒരിക്കലും അന്വേഷിക്കാനും പഠിക്കാനും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എപ്പോഴാണ് മതം പൂർണ്ണമായി അള്ളാഹുവിനാകുന്നത് വരെ യുദ്ധം ചെയ്യുക, കഴുത്തിന് മീതെ വെട്ടുക, വിരലുകൾ മുറിക്കുക, യുദ്ധത്തിന് പ്രേരിപ്പിക്കുക. യുദ്ധത്തിന് പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? യുദ്ധത്തിന് പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു സമൂഹത്തെ നേരിടാൻ തയ്യാറാവാതെ ഭീരുക്കളായി മാറി നിന്നാൽ ഈ സമുദായം നശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ത്? നിങ്ങൾക്ക് പ്രതിരോധത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ പ്രതിരോധിക്കണം. അതിന് വേണ്ടി ആളുകളെ സജ്ജരാക്കുക എന്ന പ്രതിരോധത്തിന് വേണ്ടി. അതാ ഹദ്യൽ മുഅ്മിനീന അലൽ ഖിത്താൽ, വിശ്വാസികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക ആ ഒരു സന്ദർഭത്തിലാണ്. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം നിരന്തരം പോയിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന്. അപ്പൊ ഇതുപോലെയാണ് എല്ലാ ആയത്തുകളുടെയും അവസ്ഥ. അതുപോലെ തന്നെ വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങൾ അവരെ കണ്ടടത്ത് വെച്ച് കൊല്ലുക എന്ന് പറഞ്ഞതിന്റെ ബാക്കി എന്താണ്? അഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂക്കും, നിങ്ങൾ എവിടുന്നാണോ അവർ പുറത്താക്കി അവിടുന്ന് നിങ്ങൾ അവരെയും പുറത്താക്കുകയാണ്. അപ്പൊ പുറത്താക്കിയ ഒരു വിഭാഗത്തോടാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. പുറത്താക്കിയ ഒരു വിഭാഗത്തെ യുദ്ധം ചെയ്യുമ്പോൾ കൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. സന്ദർഭത്തിന് കൃത്യമായിട്ട് കിട്ടും, ഒരു വളച്ചുകെട്ടലും ഇല്ല. ഖുർആനിന്റെ അവർ ഓതുന്ന ആയത്തിന്റെ, എതിരാളികൾ ഓതുന്ന ആയത്തിന്റെ മുകളിലുള്ള ആയത്തും ശേഷമുള്ള ആയത്ത് ഓതിയാൽ വളരെ കൃത്യമായിട്ട് ഒരു മുസ്ലിമിനും അതൊക്കെ കൃത്യമായിട്ട് വേണ്ടത് തന്നെയാണ് ഖുർആനിൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ യുദ്ധത്തിന്റെ സമയത്ത് എതിരാളികളെ വെട്ടണം എന്ന് ആര് പഠിപ്പിക്കണം? അള്ളാഹ് പഠിപ്പിച്ചു തരാണ് കൃത്യമായിട്ട്. അപ്പൊ യുദ്ധത്തിന്റെ സമയത്ത് പോലും നിങ്ങൾ അതിര് കവിയരുത് എന്നും അതുപോലെ തന്നെ വെട്ടേണ്ടത് വെട്ടണം എന്നും അള്ളാഹു കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാണ്. ഭീരുക്കളാവാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു തരാണ്. അതൊക്കെ ഉണ്ടാകുമ്പോ തന്നെയല്ലേ അള്ളാഹുവിന്റെ ഗ്രന്ഥം പൂർണ്ണമാവുക. ഇവിടെ മുക്കുവൻ മത്സ്യങ്ങളെ കൊന്നൊടുക്കുന്നത് പോലെ ശത്രുക്കളെ കൊന്നൊടുക്കാൻ മടി കാണിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ച, മുക്കുവൻ മത്സ്യത്തെ കൊല്ലുന്നത് പോലെ എതിരാളികളെ കൊന്നൊടുക്കണം എന്ന് ഗ്രന്ഥത്തിൽ എഴുതി വെച്ച ആളുകളാണ് പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രതിരോധത്തിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ വെട്ടണം എന്ന് പറഞ്ഞതിനെ വിമർശിക്കുന്നത്. എതിരാളികളെ മുഴുവൻ കൊന്നൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 27 യുദ്ധങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുണ്ട്. 60ഓളം സൈനിക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ യുദ്ധങ്ങളിലും സൈനിക നീക്കങ്ങളിലും ആകെ കൂടി മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ സംഖ്യ 1080 ആണ്. അപ്പൊ എതിരാളികളെ മുഴുവൻ കൊന്നൊടുക്കുക എന്ന് പറഞ്ഞ രീതി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്ന ആളുകളെ പ്രതിരോധത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി വെട്ടുക. അപ്പം വെട്ടി കുറച്ചാളുകൾ അങ്ങ് മരിച്ചു വീഴുമ്പോൾ അവർ പിന്തിരിഞ്ഞോടും. കാരണം അവർക്ക് അങ്ങനെ പരലോകം എന്നുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ നമ്മളെ നാട്ടിലെ എതിരാളികളാണെങ്കിൽ പോലും ആ ശാഖയിൽ നിന്ന് അടിച്ചു കയറ്റിയിട്ടുള്ള ഇസ്ലാമിക് വിരോധമല്ലാതെ അവർക്കൊരു ആദർശമൊന്നുമില്ല. തൻ്റെ ഇടത്തോടുകൂടി നേർക്ക് നേരെ നട്ടെല്ല് നിവർത്തി നമ്മൾ നിന്നാല് നേരിടേണ്ടുന്ന വരുന്ന ഘട്ടത്തിൽ നേരിട്ടാൽ തീർച്ചയായിട്ടും നേരിടാനും സാധിക്കും. നമ്മൾക്ക് അത്തരമൊരു അവസ്ഥ അള്ളാഹു എത്തിക്കാതിരിക്കട്ടെ. അള്ളാഹു നാട്ടിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് ഉണ്ടാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
ഇസ്ലാമിന്റെ എതിരാളികൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളൊന്നും ഖുർആനും ഹദീസും കൃത്യമായി പഠിക്കേണ്ടുന്ന സ്രോതസ്സിൽ നിന്ന് പഠിച്ചാൽ അതിൽ നമുക്കൊരു സംശയം ഉണ്ടാവില്ല. അത് പഠിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഖുർആന് വേണ്ടിയിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കും എന്തായി ആത്മധൈര്യം ചോർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, മുശ്രിക്കുകൾ നജസാന്ന് ഖുർആനിലുണ്ട്. ഖുർആനിലുണ്ട് മുശ്രിക്കുകൾ നജസാന്ന് ഖുർആനിലുണ്ട്. ഈ ഖുർആൻ ആരാ ഓതി തന്ന? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഓതി തന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ വഴികാട്ടിയായിട്ട് സ്വീകരിക്കുന്നത് ഒരു മുശ്രിക്കിന്, അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് ഇബ്നു നജസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50 വയസ്സ് വരെ സംരക്ഷണം സ്വീകരിച്ചത് അബൂ താലിബിന്റെ മുശ്രിക്കാണ്, നജസിന്റെ കൂടെയാണ് ജീവിച്ചത്. ലോകത്തോട് വിട പറയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 30 സാഴ് ഗോതമ്പിന് വേണ്ടി തന്റെ പടയങ്കി ഒരു ജൂതന്റെ അടുക്കലാണ് പണയം വെക്കുന്നത്. അപ്പം മുശ്രിക്കായ ഒരു നജസായ മാലിന്യമായ ഒരു മനുഷ്യനായിട്ട് ഇടപഴകും. അപ്പൊ എന്താ ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്ന് പറഞ്ഞാൽ? അത് ഖുർആൻ തന്നെ പറഞ്ഞു തന്നിട്ട് എന്താ മുശ്രിക്കൂന നജസ് എന്ന് പറഞ്ഞാല്? ആ നജസ് ഖുർആൻ തന്നെ ഫജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗലസ്സൂർ. ഫജ്തനിബു റിജ്സ മിനൽ ഔസാൻ, വിഗ്രഹങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കുക. വജ്തനിബു ഖൗലസ്സൂർ, അനാവശ്യമായ അശ്ലീല വാക്കുകളെ നിങ്ങൾ ഒഴിവാക്കുക. അപ്പം അനാവശ്യമായ അശ്ലീല വാക്കുകൾ എവിടുന്നാ വരിക? വൃത്തികെട്ട മനസ്സെന്നാ വരിക. അതുപോലെ തന്നെ റബ്ബല്ലാതെ സൃഷ്ടികളെ പൂജിക്കുന്ന മനസ്സ് മാലിന്യമുള്ള മനസ്സാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതാ വജ്തനിബു റിജ്സ മിനൽ ഔസാൻ, വിഗ്രഹങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളെ വർജിക്കാന്നുള്ളത്. അപ്പം മനസ്സിന് മാലിന്യമുണ്ട്. വിശ്വാസത്തിൽ സൃഷ്ടികളെ പൂജിക്കുന്ന ആളുകളുടെ മനസ്സിൽ മാലിന്യം ഉണ്ട്, അല്ലാതെ അവരുടെ ശരീരം നജസാണെന്നല്ല. കൃത്യമായിട്ട് ഖുർആനിൽ കിട്ടും അതൊക്കെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപഴകൽ നോക്കിയാലും നമുക്ക് മനസ്സിലാവും, ജീവിത ചരിത്രം നോക്കിയാലും. അതാ ഞാൻ പറഞ്ഞത്, ഖുർആനിലുള്ള വാചകങ്ങളും ആശയങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സമൂഹത്തിലാണോ നടപ്പിലാക്കി കാണിച്ചത് ആ സമൂഹത്തിന്റെ മാർഗം എന്താണെന്ന് നോക്കിയിട്ടേ ഖുർആനെ മനസ്സിലാക്കാവെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നമൽ മുശ്രിക്കൂന നജസുൻ എന്ന് ഓതിയതിന്റെ അള്ളാഹു അവതരിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് ഖുർആനിൽ നിന്ന് തന്നെ കിട്ടും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. ഇതുപോലെ തന്നെ അവരെ ആത്മമിത്രങ്ങളാക്കരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊരു വിവേചനം തന്നെയാണ് സത്യത്തിൽ, നമുക്ക് തോന്നൂലേ? അത് ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് തോന്നിക്കൊള്ളുന്നില്ല. കാരണം നമ്മൾ കാണുന്നതാ, മുസ്ലിങ്ങളടക്കം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവർ നാട്ടിൽ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുമെന്ന് വിചാരിച്ച ആളുകൾ അപ്പുറത്തേക്ക് പോയി. MLA ആക്കി, MP ആക്കി, മുസ്ലിങ്ങളടക്കം വോട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ചില ടീം പാർട്ടി ഓഫീസ് അടക്കം അപ്പുറത്തേക്ക് എഴുതി കൊടുത്തു. നമ്മളിങ്ങനെ പറയുന്നുണ്ട് ഒറ്റ ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റൂല, അല്ലേ? അത് തന്നെ അള്ളാഹ് പറഞ്ഞു, ആത്മവിത്രാക്കാൻ പറ്റൂല, പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുക്കാൻ പറ്റൂല. നമ്മളെ അവർ പൂർണ്ണമായിട്ട് അംഗീകരിക്കില്ല, അതും ഖുർആൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. വലൻ തർദ അങ്കൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലത്തഹും, ജൂതന്മാരും ക്രിസ്ത്യാനികളും നീ അവരുടെ മാർഗം പിന്തുടരുന്നവരെ നിന്നെ തൃപ്തിപ്പെടുകയില്ല. അപ്പൊ നമ്മൾ വേറിട്ട് കൃത്യമായ ഒരു അത്യുന്നതമായ വിശ്വാസ ആദർശവും സംസ്കാരവുമായിട്ട് നിലനിൽക്കുന്ന കാലത്തോളം പൂർണ്ണ മനസ്സോടുകൂടി ഒരിക്കലും അവർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. മാത്രല്ല, ഖുർആനിൽ 2 പാർട്ടിയുള്ളൂ. മനുഷ്യർക്കിടയിൽ 2 പാർട്ടി അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഉലായിക ഹിസ്ബു ഷൈത്വാൻ, അവർ ഷെയ്ത്താന്റെ പാർട്ടിയാന്ന് പറഞ്ഞ റബ്ബിനെ അംഗീകരിക്കാത്തവർ. മറ്റൊന്ന് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, ഹിസ്ബുള്ള അള്ളാന്റെ പാർട്ടി, അവരാണ് വിജയികൾ. ഇങ്ങനെ അള്ളാന്റെ പാർട്ടി, ഷെയ്ത്താന്റെ പാർട്ടി, ഇങ്ങനെ 2 വിഭാഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. ഈ ഹിസ്ബു ഷെയ്ത്താൻ ഏത് സമയത്തും ഒറ്റക്കെട്ടാവും. അതുകൊണ്ടാണല്ലോ ആയിരങ്ങളെ കൊന്നൊടുക്കിയിട്ടും അതിക്രൂരത കാണിച്ചിട്ടും ഫലസ്തീന്റെ കൂടെ നിൽക്കാൻ ആർക്ക് കഴിയുന്നത്? നമ്മുടെ നാട്ടിലെ ഫാസിസ്റ്റുകൾ കഴിയുന്നത്. അപ്പൊ ഹിസ്ബു ഷെയ്ത്താന്, ഹിസ്ബുള്ള, അങ്ങനെ 2 പാർട്ടിയെ മനുഷ്യന്മാർക്കിടയിലുള്ളൂ. അതുകൊണ്ട് ഹിസ്ബു ഷെയ്ത്താൻ ഏത് സമയത്തും വഞ്ചന കാണിക്കും. അതുകൊണ്ട് ഓരങ്ങനെ ചെയ്തില്ലേ, ഒറ്റൊന്നിനെയും വിശ്വസിക്കാൻ പറ്റൂല, ഇവരെങ്ങനെ ചെയ്തില്ല പറഞ്ഞ് നമ്മൾ പരാതിപ്പെടണ്ട.
അതാ അള്ള പറഞ്ഞത് എന്ത്? ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ. വിശ്വാസികൾ ആത്മമിത്രാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ട് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അവർക്ക് അറിയാവുന്ന രൂപത്തിൽ അവരെ സ്വീകരിക്കാന്ന് ആത്മമിത്രാക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അള്ള പറഞ്ഞെന്നാണ്. നിലനിൽക്കുന്ന സമൂഹത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ ആത്മമിത്രാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരായിട്ട് സൗഹൃദം പാടില്ല എന്നോ അവർക്ക് നന്മ ചെയ്യാൻ പാടില്ല എന്നല്ല. കൃത്യമായിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് നമ്മൾ ഖുർആനിൽ അള്ളാഹ് തന്നെ കൽപ്പിച്ചല്ലേ, നിങ്ങളോട് അവർക്ക് നന്മ ചെയ്യുന്നതിനും അവർക്ക് പുണ്യം ചെയ്യുന്നതിനും റബ്ബ് നിങ്ങളോട് വിരോധിക്കുന്നില്ല. നിങ്ങളോട് ശത്രുതയില്ലാത്ത, നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യാത്ത ആളുകളോട് അവർക്ക് നന്മ ചെയ്യുന്നതിന് അള്ളാഹ് നിങ്ങളോട് വിരോധിക്കുന്നില്ല. അവർക്ക് നിങ്ങൾ നന്മ ചെയ്യുക, അവരോട് നിങ്ങൾ നീതി കാണിക്കുക എന്നൊക്കെ അള്ളാഹു ഖുർആൻ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പൊ ആത്മമിത്രാക്കരുത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഉള്ളുകള്ളികളും രഹസ്യങ്ങളും പങ്കുവെക്കുന്ന രൂപത്തിൽ മിത്രങ്ങളാക്കരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഈ പറഞ്ഞ ആയത്തുകളൊക്കെയാണ് യഥാർത്ഥത്തിൽ പിന്നെ സമൂഹത്തിൽ അങ്ങേയറ്റത്തെ സംശയമുള്ളത്, വിശ്വാസികൾക്ക് പോലും സംശയമുള്ളത്. അത് ഏതാണ്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഈ ആയത്തുകളുടെ ഒക്കെ അവസ്ഥ. ഇതുപോലെ ഞാൻ പറഞ്ഞു സൂറത്തുൽ അഹ്സാബ് നിങ്ങൾ പാരായണം ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പൊ എതിരാളികളാണ്. അതിൽ ഒരായത്ത് മാത്രം, ഈ പറഞ്ഞ ആയത്ത് മാത്രം, ബാക്കിയുള്ളതൊക്കെ ഹിദായത്ത് കിട്ടുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞൊരു ആയത്ത് മാത്രം പറയുമ്പോൾ ഖാലിസത്തല്ലക മിൻ ദൂനിൽ മുഅ്മിനീൻ, മറ്റ് വിശ്വാസികൾക്കില്ലാതെ നബിയെ താങ്കൾക്ക് മാത്രമായിക്കൊണ്ട് അള്ളാഹു പ്രത്യേകം അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സന്ദർഭം. അത് ഞാൻ പറഞ്ഞത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, അതിൻ്റെ ബാലപാഠം മുതൽ പഠിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം റസൂലിനോട് മതിപ്പ് കൂടുക എന്നുള്ളതല്ലാതെ റസൂൽ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ഒരാൾക്കും കുറേ പെണ്ണും കെട്ടി സുഖിച്ച് ജീവിച്ചെന്ന് ഒരാൾക്കും തോന്നൂല. പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിന്റെ ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാരാണ് ഒരേ സമയത്തുണ്ടായിരുന്നത്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത് വരെ 49-ാമത്തെ 50-ാമത്തെ വയസ്സ് വരെ ഒരു ഭാര്യയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധിക ഭാര്യമാരും കടന്നു വരുന്നത്, റസൂലുള്ളാഹി ഹിജറ പോകുന്നത് 53-ാമത്തെ വയസ്സിലാണ്. 55-ാമത്തെ വയസ്സിലാണ് യുദ്ധം അനുവദിക്കപ്പെടുന്നത്. ഈ യുദ്ധം അനുവദിക്കപ്പെട്ട് 55 മുതൽ 63 വയസ്സ് വരെയുള്ള 8 വർഷക്കാലത്തിനിടക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധിക ഭാര്യമാരും പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അത് റസൂലിന്റെ മാത്രമല്ല, പല സഹാബികളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ പല ഭാര്യമാരും വന്നിട്ടുണ്ട്. ഇതിപ്പോ എന്താ പറയുക, നമുക്ക് സംശയം വരുന്നത് എന്താ, അങ്ങനെ കുറെ പെണ്ണും കെട്ടി അങ്ങനെ സുഖിച്ച് അടിച്ചു വെച്ച് പെണ്ണുമായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് മുഹമ്മദ് നബിക്കുള്ളതെന്ന് ചിന്തിച്ചു പോകുന്നതുകൊണ്ടാണ് നമുക്ക് സംശയം വരുന്നത്. നേരെ മറിച്ച് ഇപ്പറഞ്ഞ 55 മുതൽ 63 വയസ്സ് വരെയുള്ള 8 വർഷക്കാലത്തെ ജീവിതത്തിനിടക്ക് റസൂലുള്ളാഹി 27 28 യുദ്ധം നടത്തിയിട്ടുണ്ട് എതിരാളികളായിട്ട്. ഇന്നത്തെ പോലെയല്ല അന്നത്തെ യുദ്ധം. നേർക്ക് നേരെ നിന്നിട്ട് അമ്പും വില്ലും കുന്തുമായിട്ട് പോരാടുന്ന യുദ്ധമാണ്, മരണത്തെ മുമ്പിൽ കാണുന്ന യുദ്ധമാണ്. 60ഓളം സൈനിക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലഘട്ടത്തിനിടക്ക്. അപ്പൊ പെണ്ണും കെട്ടി അങ്ങനെ സുഖിച്ച് ജീവിച്ചതല്ല. ഇത് തന്നെ ഈ ബദറിന് ശേഷം ബദറിന്റെ പ്രതികാരം വീട്ടാൻ അവരിങ്ങോട്ട് വന്നപ്പോ അതിന്റെ അനന്തരഫലമായി ഉഹദ് ഉണ്ടായി എന്ന് പറഞ്ഞ രൂപത്തിലാണ് പല യുദ്ധങ്ങളും വരുന്നത്. പല യുദ്ധങ്ങളിലും പരാജയം നേരിടുമ്പോൾ അവര് അതിന് പ്രതികാരം എന്ന നിലക്കാണ്. തായിഫിലാണെങ്കിലും ഹുനൈൻ യുദ്ധമാണെങ്കിലും അങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ വരുന്നത് അങ്ങനെയാണ്, യുദ്ധത്തിന്റെ അനന്തരഫലമായി കൊണ്ടുവരിക. അല്ലാതെ റസൂൽ അങ്ങനെ നിരന്തരം നാളെ മുഴുവൻ ഓരോ ദിവസവും യുദ്ധം കൊണ്ട് പ്രഖ്യാപിക്കുന്നതായിട്ടല്ല വരുന്നത്. ഒരു യുദ്ധത്തിന്റെ അനന്തരഫലമായി കൊണ്ട് ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത്. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ യുദ്ധത്തിന്റെ ഇടയ്ക്ക് 8 വർഷത്തിനിടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല സ്ത്രീകളെയും സ്വീകരിക്കേണ്ടി വരിക. അവിടെ സ്വീകരിക്കേണ്ടി വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ലോകത്ത് പല പ്രദേശങ്ങളിലും യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. യുദ്ധത്തിൽ ഒരുപാട് സ്ത്രീകളും കുട്ടികളും അങ്ങേറ്റം നിന്ദ്യമായ നിലക്ക് ഉപദ്രവിക്കപ്പെടാറുണ്ട്. പക്ഷെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീയോ ഒരു കുട്ടിയോ അപമാനിക്കപ്പെട്ടു എന്നൊരു ചരിത്രം ഇസ്ലാമിന്റെ എതിരാളികൾ പോലും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിന്റെ എതിരാളികൾ പോലും പറഞ്ഞിട്ടില്ല. അപ്പം യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വെട്ടേണ്ടി വരും, കൊല്ലേണ്ടി വരും, അല്ലെങ്കിൽ നിലനിൽപ്പുണ്ടാവില്ല, കൊന്നൊടുക്കപ്പെടും. അങ്ങനെ വെട്ടുമ്പോൾ കൊല്ലുമ്പോൾ കുറെ ആൾക്കാർ വീണ് മരിച്ചിട്ടുണ്ടാവും, കുറെ ആൾക്കാർ പിന്തിരിഞ്ഞോടിയിട്ടുണ്ടാവും, അവരുടെ കുട്ടികളും ഭാര്യമാരൊക്കെ ഇവിടെ ഉണ്ടാവും. അവരെ
വളരെ പ്രധാനപ്പെട്ട ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റിയെടുക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള നേതാക്കന്മാരുടെ ചില ഭാര്യമാരെയോ സ്ത്രീകളെയോ റസൂലുള്ളാഹി സംരക്ഷണം ഏറ്റെടുത്തു. വേറെ കുറെ സഹാബത്ത് സംരക്ഷണം ഏറ്റെടുത്തു. ഒരാളെയും വഴിയാധാരാക്കിയില്ല, ഉപദ്രവിച്ചില്ല. ഇതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പെണ്ണ് കുറെ കെട്ടിയതിന്റെ സംഭവം. അല്ലാതെ എങ്ങനെ പെണ്ണ് കെട്ടി ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയായിരുന്നില്ല റസൂലുള്ളാഹി. എന്നിട്ട് തന്നെ അവിടെ 9 ഭാര്യമാരെ ഒരേ സമയം ഒരു പൊട്ടലും ചീറ്റലും ഫൈറ്റിങ്ങും ഇല്ലാതെ ഒരുമിച്ച് പോയി എന്നത് വലിയ അത്ഭുതമാണ്. ആ ചരിത്രമൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് സൂറത്ത് അഹ്സാബ് വായിക്കണമെന്ന് പറയുമ്പോൾ ഈ ആയത്ത് മാത്രം വായിച്ചാൽ പോരാ. അമാനി മൗലവിയുടെ തഫ്സീറിൽ അതിൻ്റെ ഒക്കെ ഓരോരുത്തരുടെയും വിവാഹത്തിന്റെ ചരിത്രമൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒക്കെ മുഴുവൻ നമുക്ക് വിശദീകരിക്കാൻ സമയമല്ല. അതുകൊണ്ട് മാത്രമല്ല എല്ലാവരെയും ചരിത്രം എടുത്ത് ഇങ്ങനെ പറഞ്ഞ് തീർക്കാൻ പെട്ടെന്ന് കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളത് വായിക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത സേവനവും ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളതും, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെ കുറെ പെണ്ണും കെട്ടി ഇങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുകയല്ലായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും പറഞ്ഞ രൂപത്തിൽ ഒരുപാട് സ്ത്രീകളെ സംരക്ഷിക്കുകയും സമൂഹത്തിന് എങ്ങനെ ഇണകളോട് പെരുമാറണമെന്ന് മാതൃകായോഗ്യമായി കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് റസൂലുള്ള ലോകത്തോട് വിട പറഞ്ഞപ്പോൾ നമുക്ക് പ്രവാചക തിരുമേനിയോട് മതിപ്പ് കൂടുകയാണ് ചെയ്യുക, കുറയല്ല. ഇങ്ങനെ ഈ രൂപത്തിൽ ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളെ കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് പഠിക്കുകയും സമൂഹത്തിൽ നമ്മോട് ഉണ്ടായിത്തീർന്നിട്ടുള്ള അല്ലെങ്കിൽ എതിരാളികൾ ഉണ്ടാക്കി തീർത്തിട്ടുള്ള വെറുപ്പിനെ നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. സർവശക്തനായ നാഥൻ ദീനിനെ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് അത് അംഗീകരിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ വിജയികളിൽ ഞങ്ങൾ ഏവരെയും നീ ഉൾപ്പെടുത്തണ റഹ്മാനെ. അന്ത്യദിനത്തിന്റെ എല്ലാ ഫിത്തനകളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. പടച്ചവനെ, വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ വിശ്വാസികൾക്ക് നീ ഇസ്സത്ത് വർദ്ധിപ്പിച്ചു നൽകണ റഹ്മാനെ. വിശ്വാസികളെ നശിപ്പിക്കാനും അവരെ പരാജയപ്പെടുത്താനുമായി ശത്രുക്കൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണ റഹ്മാനെ. ആ തന്ത്രങ്ങളെ വിശ്വാസികൾക്ക് അനുകൂലമാക്കി തീർക്കണ റഹ്മാനെ. നാഥ, 2 ലോകത്തും ഞങ്ങൾക്ക് ഏവർക്കും നീ വിജയം നൽകണ റഹ്മാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله.